നമസ്കാരം. കണ്ണൂർ കോട്ട ആര് സംരക്ഷിക്കും? കാലം മാറുന്നതിനനുസരിച്ച് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. മണ്ഡലം നിലനിർത്താൻ സിറ്റിംഗ് MP കെ സുധാകരനെ തന്നെ കോൺഗ്രസ് ഇറക്കിയപ്പോൾ MV ജയരാജനിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാനാണ് CPMന്റെ ശ്രമം. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തീരുമാനിച്ചത്. എടക്കാട് മണ്ഡലം MLA ആയിരുന്ന MV ജയരാജൻ കണ്ണൂരിലെ പാർട്ടിയിലെ സീനിയർ നേതാക്കളിൽ ഒരാളാണ്. ശക്തമായ പാർട്ടി സംവിധാനം LDF സർക്കാരിന് മേൽക്കൈ നൽകുന്നുണ്ട്. ദേശീയ പതാകയ്ക്ക് കുറുകെയുള്ള അടിപ്പാതയുടെ ആവശ്യം, വന്യജീവി ശല്യവുമാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. പ്രവർത്തകർക്കിടയിൽ MV ജയരാജന് സൗമ്യഭാവമാണ്. ജില്ലയിലെ ഏത് വിഷയത്തിലും ഓടിയെത്തുന്നത് MV ജയരാജന്റെ ഒരു പ്ലസ് പോയിന്റാണ്. ജില്ലയിൽ പതിവായിരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ MV ജയരാജന്റെ വരവോടുകൂടി ഗണ്യമായി കുറഞ്ഞു. ഇതെല്ലാം CPMന്റെ അനുകൂല ഘടകങ്ങളാണെന്ന് എടുത്തു പറയേണ്ടവയാണ്. കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും MP അബ്ദുള്ളക്കുട്ടിക്കെതിരായി 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയരാജൻ മത്സരിച്ചുവെങ്കിലും പരാജയമാണ് ഉണ്ടായത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ P ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ MV ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വന്നത്. കൂത്തുപറമ്പ് സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത MV ജയരാജൻ DYFI സംസ്ഥാന സെക്രട്ടറിയായും ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സമാധാനപൂർവമായി നടക്കണമെന്നുള്ളതും ഒപ്പം നാട്ടിലാകെ സമാധാനം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹവും CPMനുണ്ട്. ഇവിടെ പയ്യാൻബലം നിരവധി മഹാന്മാരുടെ സ്മൃതി കുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിനൊരു വൈകാരികമായ തലം കൂടിയുണ്ട്. വർഷത്തിൽ വിവിധ നേതാക്കന്മാരുടെ അനുസ്മരണ പരിപാടികളും നടക്കുന്ന സ്ഥലമാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം കരസ്ഥമാക്കുമെന്ന നില തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുടനീളം പ്രകടമാക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് MV ജയരാജൻ കളത്തിലിറങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പൊതുവികാരമായിട്ടാണ് അത് മാറിയിരിക്കുന്നത്. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവേണ്ടതും LDF ജയിക്കേണ്ടതും അനിവാര്യമാണ്.